ഗുഡ് മോർണിംഗ് സർ. എൽദോ സർ ഗുഡ് മോർണിംഗ്. നമ്മൾ അന്ന് കുറേ ദിവസം മുന്നേ സംസാരിച്ചു, പലതവണ സംസാരിച്ചു. ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. ഞാൻ അറിഞ്ഞില്ല കേട്ടോ സാറ് വന്നത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു യാത്ര, എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ? വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വന്നു. ഇവിടെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത ഒരു സ്റ്റേ ആണ്. ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി, അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ ഒരു നമ്മളൊരു അപ്രോച്ച് ഒക്കെ ഒരു വെറൈറ്റി ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. റൈറ്റ് ഫ്രം ദ സെക്യൂരിറ്റി ക്യാബിൻ ത്രൂ ഔട്ട് ദിസ് ക്യാമ്പസ്, ദിസ് പ്രോപ്പർട്ടി. അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യം തന്നെയാണ്. എസ്പെഷ്യലി മിസ്റ്റർ രാജേഷ്, അതുപോലെ തന്നെ സാറിൻ്റെ കാര്യം. രാജേഷ് വയനാട് കുറച്ച് കാലം ഉണ്ടായി. അതെ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ വയനാടിൻ്റെ സ്നേഹമാണെന്ന് അറിയില്ല, എന്നാലും ഞങ്ങളെ അദ്ദേഹം അപ്രീഷ്യബിളി ട്രീറ്റ് ചെയ്തു. അതിൽ സന്തോഷമുണ്ട്. അതുപോലെ നല്ലൊരു ആംബിയൻസ് ആണ്. ഞങ്ങൾ ആക്ച്വലി ഇത് പിന്നെ കാണാത്ത വയനാട്ടുകാരുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ആരും അത് കണ്ടാൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പോകും എന്ന് ഞങ്ങൾക്ക് തോന്നില്ല. കാരണം വയനാട്ടുകാർക്ക് ഞങ്ങൾക്ക് വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലേക്ക്, അതൊക്കെ കുറച്ച് ഇഷ്ടപ്പെട്ട വയനാടിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് ഉണ്ട്. അത് പക്ഷെ ഞങ്ങളത് സ്ഥിരമായിട്ട് ഡെയിലി എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സംതിങ് ഡിഫറെൻ്റ് ആണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. ഈ വെള്ളവും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അകത്തുള്ള സ്റ്റേയും. ഈവൻ ഐ തിങ്ക് വി സ്ലെപ്റ്റ് ബിലോ ദ വാട്ടർ ലെവൽ. നല്ലൊരു മഴയും കിട്ടി കാണുമല്ലോ. രാത്രി മഴ ഉണ്ടായിരുന്നു, നല്ല മിന്നലുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ വന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും എൻജോയ് ചെയ്തു. ഭക്ഷണമൊക്കെ എങ്ങനെ? ഫുഡും നല്ല ഫുഡായിരുന്നു. അത് ഇഷ്ടപ്പെട്ട ഫുഡ് എന്തായിരുന്നു? ഇന്നലെ നൈറ്റിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസ് ഇഷ്ടമായി. ഷെഫിനോട് പറയാം അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതേപോലെ ഉണ്ടാക്കി തരാൻ പറയാം. സാറിന് ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? ഞങ്ങൾ ഇന്നലെ കഴിച്ച് ഫ്രൈഡ് റൈസ് കഴിച്ചപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു നല്ല ഫുഡാണ്. ഞങ്ങൾ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. ബിക്കോസ് ഈ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ഫുഡിന് അത്രയൊരു ഇമ്പോർട്ടൻസ് സാധാരണ കൊടുക്കാറില്ല എന്നുള്ളതാണ് വിചാരം. പക്ഷെ ഇന്നലെ നല്ല ഭക്ഷണമായിരുന്നു. ഇന്ന് രാവിലെയും ബാക്കി പറയും ബ്രേക്ക്ഫാസ്റ്റിന്. മോൾക്ക് ഏതായാലും ഇഷ്ടമായത്? മാഡത്തിനോ? എനിക്ക് ഇന്ന് രാവിലത്തെ ദോശയും സാമ്പാറും ആയിരുന്നു. നല്ലതായിരുന്നു. ഞങ്ങൾ പറഞ്ഞതായിരുന്നു നല്ലൊരു കുക്ക് ഉണ്ട് ഇവിടെ. എല്ലാ ഫുഡും നല്ലതാ. ഞാനൊരു വേറൊരു സജഷൻ പറയാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മേക്ക് യുവർ ഹോളിഡേ ട്രിപ്പ് എ മെമ്മറബിൾ വൺ. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്താൽ ബോച്ചയുടെ കള്ള് ഷാപ്പിൽ എത്താം. കേട്ടിട്ടുണ്ടോ ബോച്ചയുടെ കള്ള് ഷാപ്പ്? ഒത്തന്റിക് കല്ല്. അതായത് നിങ്ങൾക്ക് പണ്ട് നാട്ടിൽ കിട്ടിയിരുന്ന കല്ലില്ല, അതുണ്ടാവും. യു ഗെറ്റ് ലോട്ട് ഓഫ് സീ ഫുഡ് പ്ലാറ്റേഴ്സ്. കുറെ ഇവിടുന്ന് ഫോർട്ട് കൊച്ചി വരെ ഡ്രൈവ് ചെയ്യാം. എന്നിട്ട് ജങ്കാറിൽ കാറ് കയറ്റിയതിന് ശേഷം വൈപ്പിനിൽ ഇറങ്ങാം. 5 മിനിറ്റാണ് ബോട്ടിൽ പോകേണ്ടത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 മിനിറ്റ് ഡ്രൈവ് മാനാട്ടുപറമ്പ്. ഞാൻ അഡ്രസ്സ് തരാം. സാറ് പോകുന്നതിനെ വിളിച്ചു പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ വന്നിട്ട് അത് പോകാണ്ടിരിക്കുന്ന ഒരു മിസ്സായിരിക്കും ലൈഫ്. ഈവനിങ് എത്ര മണി വരെ? ഈവനിങ് 8-9 മണി വരെ ഉണ്ടാവും. പക്ഷെ ഈ മധുരക്കല്ല് അതുവരെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് കൂട്ടൊന്നും ഇല്ലാത്തതാണ്. ഫ്രഷ്, അത് ജെന്യൂൻ ആയിട്ടുള്ള കല്ല് മാത്രമേ കൊടുക്കുള്ളൂ. ചിലപ്പോൾ അത് ഉച്ചയ്ക്കും കഴിയും. പറ്റുവാണെങ്കിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ സീ ഫുഡ് അൾട്ടിമേറ്റ്. അത്രയും നല്ല സീ ഫുഡ് കിട്ടും. അപ്പം വീണ്ടും വരിക സാർ. എന്തെങ്കിലും ആവശ്യമുണ്ടോ, മെമ്പർഷിപ്പിന്റെ ബുക്കിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക. Study well. Make your dad and mom proud. Let you become an advocate so soon and practice for us. Okay. Thank you, sir. Thank you very much for coming. Thank you all.